ഹലോ എവ്രി വൺ, കുറേ നാളായി ഞാനൊരു ലോങ് വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഇങ്ങനെ പെട്ടെന്നിരുന്നപ്പം ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ഇന്നൊരു ലോങ് വീഡിയോ സാമ്പാർ കഴിക്കാനൊരു കൊതി. അപ്പോൾ എന്താ നമ്മൾ ചെയ്യുക, സാമ്പാർ ഉണ്ടാക്കാം എന്ന് തന്നെ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ ഇന്നലെ പോയി സാധനമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. സാമ്പാർ ഉണ്ടാക്കാമെന്ന് വെച്ചാൽ പിന്നെ ഒരുപാട് ഐറ്റംസ് മനസ്സിലിങ്ങനെ വന്നു. പിന്നെ പറ്റുന്നതൊക്കെ ഉണ്ടാക്കാമെന്ന് കരുതി. അങ്ങനെ ഞാൻ ഇന്നലെ ഒരു കവർ പാല് വാങ്ങിച്ചു. അന്നേരം അറിഞ്ഞ ഡേറ്റ് ഇന്നുകൂടെ ഉള്ളത്. അപ്പോൾ പിന്നെ അതിന് മുന്നേ അത് കംപ്ലീറ്റ് ചെയ്യണമല്ലോ എന്ന് വെച്ച് കുറച്ചെടുത്ത് ഞാൻ സ്കിൻ കെയറിന് ഉപയോഗിച്ച്. ബാക്കി ഇത്രയും കൂടെ ആ ഒരു മഗ് നിറച്ച് പാലുണ്ട്. ഞാൻ ഇത്രയും കൂടെ എങ്ങനെ ചായ ഇടും എന്നിങ്ങനെ ആലോചിച്ച് ആകെ ഇങ്ങനെ ഷോക്ക് അടിച്ചിരുന്നപ്പോൾ പെട്ടെന്ന് എൻ്റെ റൂംമേറ്റ് പറഞ്ഞു, നിൻ്റെ വേറെ എന്തെങ്കിലും പാൽ വെച്ച് ഉണ്ടാക്കിക്കൂടെ, സ്മൂത്തി അങ്ങനെ എന്തെങ്കിലും. അപ്പം നോക്കിയപ്പോൾ മാങ്ങ ഇരിക്കുന്നു. ആ മാങ്ങയാണെങ്കിൽ പച്ച മാങ്ങ. അപ്പം പിന്നെ അത് വെച്ചിട്ടും ഉണ്ടാക്കാൻ പറ്റത്തില്ല. പിന്നെ പഴവും ഇല്ല എൻ്റെ. ഞാൻ ആകെ ഇങ്ങനെ കൺഫ്യൂഷൻ അടിച്ചിരുന്നപ്പോഴാണ് എൻ്റെ ഓർമ്മ വന്നത്, വെർമസെല്ലി ഇരിപ്പുണ്ടല്ലോ, നമുക്കത് വെച്ചിട്ട് ചെറിയൊരു പായസം ഉണ്ടാക്കാം. അങ്ങനെ നിന്നപ്പോഴാണ് വീണ്ടും ശോകമായത്. പായസത്തിന് പഞ്ചസാര എന്ന് പറയുന്ന സാധനം വേണം. എൻ്റെ കയ്യിൽ അതില്ല. ആകെ 2 സ്പൂൺ പഞ്ചസാര ഞാൻ അപ്പുറത്തെ റൂമിൽ നിന്ന് കടം വാങ്ങിച്ചതാണ്. അത് തികയുമോ എന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ അത്യാവശ്യം മധുരം ഉണ്ടായിരുന്നെങ്കിലും പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതങ്ങ് ഉണ്ടാക്കി വന്നപ്പോഴത്തേക്ക് കുറുകിപ്പോയി കഴിഞ്ഞപ്പോൾ ആ ഒരു കുറച്ചുകൂടെ പാലോ അല്ലെങ്കിൽ വെള്ളമോ ആഡ് ചെയ്ത് നീട്ടണമെന്നുണ്ടെങ്കിൽ വീണ്ടും പഞ്ചസാര വേണമല്ലോ. അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഉള്ളത് കൊണ്ട് ഓണം പോലെ. ശരിക്കും പറഞ്ഞാൽ ഞാൻ നാഗ്പൂർ വന്നിട്ട് ഇപ്പോൾ ഒരു 3 വർഷം കഴിഞ്ഞു. 3 വർഷത്തോളം ആയി. 3 വർഷം കഴിഞ്ഞു, കംപ്ലീറ്റ് ആയി. 3 വർഷമായിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് മാറി നിന്നതിന് ശേഷം ഞാൻ ഒരുപാട് കാര്യങ്ങൾ വീട്ടിൽ നിൽക്കുമ്പോഴും ഉണ്ടാക്കുമെങ്കിലും അത് വേറെ, നമുക്കൊരു ഹെൽപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ അമ്മ എപ്പോഴും കൂടെ കാണും, അങ്ങനെയൊക്കെ. എനിക്ക് ഈ ഒരു 3 വർഷം ഈ ഹോസ്റ്റലിൽ നിന്ന് പലതരം ഐറ്റംസ് ഞാൻ ട്രൈ ചെയ്ത് നോക്കി. നമ്മൾ പുറത്ത് താമസിക്കാന്നുണ്ടെങ്കിൽ പലതരം ഐറ്റംസ് ഞാൻ ട്രൈ ചെയ്ത് നോക്കി. അതുപോലെ പല കാര്യങ്ങളും പഠിച്ചു ഈ ഒരു 3 വർഷം കൊണ്ട്. നമുക്ക് ചുറ്റുമുള്ള ആൾക്കാർ എങ്ങനെയായിരിക്കും, എങ്ങനെയൊക്കെ ഉള്ളവരെ ട്രസ്റ്റ് ചെയ്യാം എന്ന് വേണ്ട, ഏറ്റവും വേഴ്സ്റ്റ് ഫേസിൽ കൂടെ കടന്നുപോയ കുറച്ച് വർഷങ്ങളെന്ന്. ഏറ്റവും നല്ല ആൾക്കാരെ എൻ്റെ ലൈഫിൽ തന്നെ ഇത്രയും നല്ല ആൾക്കാരെ കുറച്ച് പേരെ കണ്ടുമുട്ടിയതും ഈ ഒരു നാഗ്പൂർ വെച്ചിട്ട് തന്നെയാണ്. സോ നമുക്ക് നമ്മുടെ ലഞ്ചിലേക്ക് കിടക്കാം, കഥ പറച്ചിലിൻ്റെ കൂടെ തന്നെ. ഞാൻ വിചാരിച്ചു സാമ്പാറാണല്ലോ പ്രധാനപ്പെട്ട എൻ്റെ ക്രേവിങ്ങായി നിന്നത്, സാമ്പാർ തന്നെ ഉണ്ടാക്കാം. കുറച്ച് പച്ചക്കറി എടുത്തിട്ടുള്ളൂ. ക്യാരറ്റ്, പൊട്ടറ്റോ, ഒനിയൻ, ലേഡീസ് ഫിംഗർ, ബ്രിഞ്ചൽ, പിന്നെന്താ ചില്ലി, ടൊമാറ്റോ, ഇത്രയൊക്കെ ഉള്ളതെന്നാണ് തോന്നുന്നത്. വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ നോക്കിയെടുത്തോ. പിന്നെ ചുമന്ന ഡാലാണ് ഞാൻ യൂസ് ചെയ്തത്. അതാകുമ്പോൾ എനിക്ക് പിന്നെ ഡാല് കറി വേണമെങ്കിലും വെക്കാമല്ലോ ബാക്കി വരുന്ന ഡാല് കൊണ്ട്. കാരണം ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ലൈഫ് ടൈമിൽ ഞാൻ സാമ്പാർ ഞാനായിട്ട് ഉണ്ടാക്കി നോക്കുന്നത്. അമ്മ ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട്, അമ്മ ഉണ്ടാക്കുമ്പോഴൊക്കെ കൂടെ ചെന്ന് നിൽക്കാറുണ്ടെങ്കിലും ഞാൻ സ്വന്തമായിട്ട് പരീക്ഷിക്കുന്നത് ഇതാദ്യമായിട്ടാണ്. വീട്ടിലും ഞാൻ ചെയ്തിട്ടില്ല. കാരണം സാമ്പാറൊക്കെ കോമൺ ആണല്ലോ, വീക്ക്ലി വൺസ് എന്തായാലും സാമ്പാറൊക്കെ ഉണ്ടാക്കും. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാത്ത സാധനങ്ങളാണല്ലോ പരീക്ഷിക്കാൻ നിൽക്കുന്നത്, പുതിയ ഐറ്റംസ്. അല്ലെങ്കിൽ ചിക്കനൊക്കെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യാത്തതായതുകൊണ്ട് അതൊക്കെ ഉണ്ടാക്കാൻ ഒരു ത്രില്ല് കാണും. സാമ്പാർ എന്നൊക്കെ പറയുന്നത് ഒരു പുച്ഛഭാവമായിരുന്നു എനിക്കന്നേരം. അപ്പം ഞാൻ പറഞ്ഞു തന്നത് ഇതെല്ലാം കൂടി ഇട്ട് നമ്മൾ കുക്ക് ചെയ്യണം. ഈ വെജിറ്റബിൾസ് എല്ലാം കൂടെ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കുക്ക് ചെയ്ത് മാറ്റുക. എന്നിട്ട് വേറൊരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, സാമ്പാർ പൊടി, ഇത് 3 ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ചെറുതായിട്ട് പച്ചമണം വരുന്നിടം വരെ ഒന്ന് ചൂടാക്കിക്കൊണ്ടിരിക്കുക. അതിലേക്ക് നമ്മുടെ നേരത്തെ ബോയിൽ ചെയ്ത് വെച്ചിരുന്ന ആ വെജിറ്റബിളിലെ വെള്ളം ഉണ്ടല്ലോ, അത് കുറച്ച് ഈ മസാല മിക്സിനകത്തോട്ട് ഒഴിച്ച് ഒന്ന് കുറുക്കിയെടുക്കുക. എന്നിട്ട് ഈ കിട്ടിയ ഗ്രേവി നമ്മൾ നേരത്തെ ബോയിൽ ചെയ്ത് വെച്ചിരുന്ന ആ വെജിറ്റബിൾസ് അതിൻ്റെ വാട്ടറിലോട്ട് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് അതൊന്ന് ചൂടാക്കി അതിലേക്ക് കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 2 മിനിറ്റ് ചൂടാക്കി ഉപ്പൊക്കെ നോക്കിയിട്ട് കറക്റ്റാണെന്നുണ്ടെങ്കിൽ 2 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചിട്ട് അടച്ച് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സ്റ്റൈൽ സാമ്പാർ റെഡി. അത്യാവശ്യം വീട്ടിലെ സാമ്പാറിൻ്റെ മണമൊക്കെ കിട്ടിത്തുടങ്ങി ഗൈസ്. അപ്പോഴേ എൻ്റെ ക്രേവിങ്സ് കംപ്ലീറ്റ് ആയി. പിന്നെ എന്നൊന്നും നമുക്ക് കുക്ക് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് ആഹാരങ്ങൾ ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ല ഞാൻ നിൽക്കുന്നത്. കാരണം ക്ലാസ്സൊക്കെ തുടങ്ങി കഴിയുമ്പോൾ നമുക്കൊട്ടും ടൈം കിട്ടത്തില്ല, രാവിലെ പോകുന്നു വരും. അപ്പോൾ എന്നും ഞാൻ ആരുടെയും ഫുഡിനെ മോശപ്പെടുത്തല്ല, പക്ഷേ എന്നും ഇവിടുത്തെ ഫുഡ് കഴിക്കും. സത്യം പറഞ്ഞാൽ എനിക്ക് വയ്യ. ഏത് കറി എടുത്താലും പൊട്ടറ്റോ അല്ലെങ്കിൽ എല്ലാം ഗ്രേവി ടൈപ്പ്, നമ്മുടെ കൂട്ട് ഒരു ഉപ്പേരിയായിട്ടോ അല്ലെങ്കിൽ ഒന്നും മെഴുക്കുവരട്ടിയായിട്ടോ അങ്ങനെയൊന്നും കിട്ടത്തില്ല.
കിട്ടിയാൽ തന്നെ അവർ അതിൽ കുറേ ഇപ്പം എന്തെങ്കിലും ഒരെണ്ണം മെഴുക്കുവരട്ടിയായി കിട്ടിയാൽ തന്നെ അതിൽ ഒരുപാട് മസാലയൊക്കെ ചേർത്ത് ഒരു എനിക്ക് ആ ഒരു മസാല ടേസ്റ്റ് ഒന്നും പിടിക്കത്തില്ല. അവരുടെ മസാല ടേസ്റ്റ് ഒന്നും എനിക്ക് പിടിക്കത്തില്ല. പിന്നെ ജീവിച്ച് പോകാൻ വേണ്ടി കഴിക്കുന്നു എന്ന് മാത്രം. അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അന്നേരം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫുഡ് ഒക്കെ ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യും. അങ്ങനെ ചില സമയത്ത് ക്രേവിങ് ഒക്കെ ഉണ്ടാകുമ്പം നമ്മൾ വല്ലപ്പോഴും ഇടയ്ക്ക് നമുക്കിഷ്ടമുള്ള ആഹാരങ്ങൾ നമ്മുടെ അമ്മമാരുണ്ടാക്കുന്ന പോലെ റെസിപ്പിയൊക്കെ ചോദിച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ ഒരു ഹാപ്പിനെസ്സാണ്. അന്നത്തെ ദിവസം ഫുള്ളൊരു ഹാപ്പിയും വൈബായിരിക്കും അന്നത്തെ ദിവസം എന്നെ സംബന്ധിച്ചിടത്തോളം. എനിക്ക് ഫുഡാണ് പ്രധാനം. രാവിലത്തെ എൻ്റെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എനിക്കിഷ്ടമല്ലാത്തത് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം മുഴുവൻ പോക്കായിരിക്കും. എൻ്റെ മൂഡ് തന്നെ ആ ബ്രേക്ക്ഫാസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പിന്നെ ഞാൻ അരി അടുപ്പത്ത് വെച്ച്. പക്ഷെ ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അരി ഉണ്ടാക്കുന്ന മുഴുവൻ എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല. ഇതിൻ്റെ ഇടയ്ക്ക് ചെറിയ പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചത് കാരണം എനിക്ക് ചോറുണ്ടാക്കുന്ന വീഡിയോ മുഴുവൻ ക്യാപ്ചർ ആക്കാൻ പറ്റിയില്ല. കുറച്ചൊരു 5 മിനിറ്റ് കുക്ക് ചെയ്തതിന് ശേഷം ഞാൻ അതെടുത്ത് വെള്ളത്തോടെടുത്ത് മാറ്റി വെക്കും. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ബൾക്കായിട്ട് തോനെ റൈസ് ഉണ്ടാക്കും. ഇപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ റൂംമേറ്റിന് വേണ്ടി ഉണ്ടാക്കിയതുകൊണ്ട് തോനെ റൈസ് ഉണ്ട്. അപ്പം ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് ആ സ്റ്റീമിലിരിക്കുന്ന കാരണം അത് ഫുള്ള് കുക്കായി കിട്ടും. അങ്ങനെ കുക്കായി കഴിയുമ്പോഴത്തേക്ക് പിന്നെ ആ വെള്ളം തന്നെ ഓട്ടോമാറ്റിക് അത് വലിച്ചെടുത്ത് നമുക്ക് കുക്കായിരുന്നോളും. പിന്നെ നമുക്ക് വെള്ളം കളയാനോ ഊറ്റാനോ ഒന്നും നിൽക്കേണ്ട. കഥ പറഞ്ഞ് സമയം പോയതറിഞ്ഞില്ല. നമുക്ക് നമ്മുടെ ചിക്കൻ പ്രിപ്പറേഷനിലേക്ക് പോകാം. ഒരു പാൻ എടുത്ത് എണ്ണ ഒഴിച്ച് അതിലേക്ക് നമ്മൾ കുനുകുനാ അരിഞ്ഞ് വെച്ച സവാളയും പച്ചമുളകും ഇട്ട് നന്നായിട്ട് സോട്ട് ചെയ്ത് കുറച്ച് ഉപ്പൂടെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് സോട്ടായി വരും. അതിലേക്ക് നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമുക്ക് കുറച്ചുകൂടെ തിക്കർ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ, കൺസിസ്റ്റൻസി തിക്കാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സോട്ട് ചെയ്യുന്ന കുറച്ച് സവാള എടുത്ത് അതിനകത്ത് ബ്ലെൻഡ് ചെയ്യണം. അതിൻ്റെ കൂടെ തക്കാളിയും കൂടി ഇട്ട് ബ്ലെൻഡ് ചെയ്ത് രണ്ടും കൂടെ ഒരു തിക്ക് പേസ്റ്റ് പോലെ ആക്കണം. എന്നിട്ട് നേരത്തെ വഴറ്റിക്കൊണ്ടിരുന്ന അതിലേക്ക് ഈ തിക്ക് കൺസിസ്റ്റൻസിയുള്ള ഈ മിക്സ്ചർ ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ആ ഒരു റോ ഫ്ലേവർ മാറുന്നിടം വരെ മിക്സ് ചെയ്യണം. അതിലേക്ക് അത് നന്നായിട്ട് ആ റോ ഫ്ലേവർ വരെ മാറുന്നിടം വരെ മിക്സ് ചെയ്ത് കഴിയുമ്പം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കുറച്ചുകൂടെ പെട്ടെന്ന് ഒന്നുകൂടെ വഴറ്റിയെടുത്തിട്ട് അതിലോട്ട് പെപ്പർ പൗഡർ കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് വീണ്ടും മിക്സ് ചെയ്യാം. പിന്നെ നമ്മുടെ മുളക് പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല, അങ്ങനെ ബാക്കിയുള്ള മസാലകളെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ശകലം വെള്ളം കുറച്ച് വെള്ളം ഒന്നുകൂടെ അത് ആ പേസ്റ്റ് ഒന്നുകൂടെ ഇളക്കി ആ ഒരു പച്ചമണം മസാലകളുടെയൊക്കെ ആ പച്ചമണം മാറാൻ വേണ്ടിയിട്ടാണ്. ആ പച്ചമണം മാറി എന്ന് ഉറപ്പ് വന്നു കഴിയുമ്പോൾ ആ ഗ്രേവിയിലോട്ട് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് നന്നായിട്ട് ഇളക്കി ഒന്ന് തത്തിപ്പൊത്തി അടച്ചു വെക്കണം. അതവിടെ ഇരുന്ന് വേവുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് കുശലമൊക്കെ പറഞ്ഞിട്ട് വരാം. അപ്പം നമ്മൾ പറഞ്ഞു നിർത്തിയത് എവിടെയാണ്? നാഗ്പൂർ വന്നതിനെ പറ്റി. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്കറിയോ ഗൈസ്, ഞാൻ ഇവിടെ വന്നാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം മനസ്സിലാക്കിയത്. നമുക്ക് ചുറ്റുമുള്ള ആൾക്കാരെ മനസ്സിലാക്കാൻ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആണ് എന്നുള്ളൊരു സത്യം ഞാൻ ഇവിടെ വന്നതൊക്കെ മനസ്സിലായി. കാരണം എനിക്ക് ചുറ്റുമുള്ള ആൾക്കാരെ എനിക്ക് മനസ്സിലാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ വന്ന സമയത്ത് എനിക്കൊന്നും ഇപ്പം എനിക്ക് വലിയ കുഴപ്പമില്ല. ഇപ്പം ഞാൻ ആ ഒരു ഫ്ലോയില്ല. വന്ന സമയത്ത് ഇവരൊക്കെ എന്താ ഇങ്ങനെ പെരുമാറുന്നേ, ഇവരെന്താ ഇങ്ങനെ എന്നൊക്കെ ഞാൻ ആരെയും പേഴ്സണലി പറയുമല്ല, പക്ഷെ ഇങ്ങനെയാണോ ആൾക്കാർ എന്നൊക്കെ പലതരം കൾച്ചറിൽ പലതരം ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ആൾക്കാരുമായിട്ടല്ലേ. കാരണം ഞാൻ പഠിക്കുന്നിടത്ത് പല പല സ്റ്റേറ്റിൽ നിന്ന് വന്നവരുണ്ട്. ഇപ്പം ഞാൻ നിൽക്കുന്നത് മഹാരാഷ്ട്ര, അതുപോലെ ഇവിടെ എൻ്റെ കൂടെ പഠിക്കുന്നതിന് പല സ്റ്റേറ്റിലുള്ളവരുണ്ട്. അപ്പം ഓരോരോ കൾച്ചർ ഓരോരോ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാരല്ലേ. അത് മാത്രമല്ല ഞാൻ കുറച്ച് ഇൻട്രോവേർട്ട് ടൈപ്പ് ആയതുകൊണ്ട് എനിക്ക് കുറച്ച് സമയം എടുക്കും എല്ലാവരും ഒന്ന് സെറ്റായി പരിചയപ്പെടുമല്ല കുറച്ചൊന്ന് അടുത്തിടവഴി വരാൻ. അപ്പോൾ എന്ന് വെച്ചാൽ ഇതുവരെ ഈ അടുത്തിടവരെയും ഞാൻ ആ ഒരു തോട്ടിൽ അയ്യോ എന്താ എല്ലാവരും ഇങ്ങനെ ഭയങ്കര എനിക്കിതെല്ലാം ഭയങ്കര സ്ട്രെയിറ്റ് ഫോർവേഡൊന്നും ഞാൻ പറയത്തില്ല, ഭയങ്കര ഹർട്ടിങ് ടൈപ്പായിട്ട്. ചില സമയത്ത് അവരുടെ സംസാരം കേൾക്കുമ്പോൾ ഇവരോട് നമ്മളൊന്നും പറഞ്ഞില്ല, പിന്നെ എന്തിനാണ് ഇവരിങ്ങനെ നമ്മുടെ അടുത്ത് പറയുന്നതെന്ന് ഒരു ഹർട്ടിങ് ടൈപ്പ്. അവർക്ക് അങ്ങനെ ഒരു തോന്നില്ല, അവരങ്ങനെ പറയുന്ന ടൈപ്പാണെന്ന് തോന്നുന്നു. ചിലരുടെ ആ ഒരു രീതിയായിരിക്കാം. അതൊക്കെ എനിക്കിത് ഭയങ്കര സങ്കടമുള്ള കാര്യമായിരുന്നു. അയ്യോ എന്തായിരിക്കും ഇപ്പം ഞാൻ അതിൻ്റെ ഒരു ഫ്ലോയിലെത്തി. ഇപ്പം ഇത് ഇങ്ങനെയാണ് എന്നൊരു തോട്ട് എനിക്കുണ്ട്. എന്നാലും മനുഷ്യരല്ലേ ഗൈസ്, വല്ലപ്പോഴൊക്കെ ചെറിയൊരു സങ്കടം എനിക്കുണ്ടാവാറുണ്ട്. പിന്നെ ഗുരുവായൂരപ്പൻ പറയുന്ന പോലെ ചെറിയ ചെറിയ സങ്കടങ്ങൾ വലിയ വലിയ സന്തോഷങ്ങൾക്ക് കാരണമാണെങ്കിൽ അത് നല്ലതല്ലേടോ എന്ന് പറയുന്ന പോലെ ഞാനിപ്പോൾ ആ തോട്ടിൽ ബിലീവ് ചെയ്താണ് ഞാനിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അയ്യോ ഇതിൻ്റെ ഇടയ്ക്ക് പറയാൻ മറന്നുപോയി. നമ്മൾ നേരത്തെ കുക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിരുന്ന ചിക്കൻ കറി അടപ്പ് തുറന്ന്
അതിലേക്ക് കുറച്ച് മീറ്റ് മസാല ഫ്ലേവറിന് വേണ്ടി ആഡ് ചെയ്ത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതിലേക്ക് പിന്നെ കുനുകുനാ ചോപ്പ് ചെയ്ത് വെച്ച നമ്മുടെ കൊറിയാണ്ടർ ലീവ്സ് എടുത്ത് ചിക്കൻ കറിക്ക് മുകളിലൂടെ ഇങ്ങനെ ഒന്ന് വിതറി കൊടുക്കുക. എന്നിട്ട് അത് വീണ്ടും മിക്സ് ചെയ്യുക. ലാസ്റ്റ് നമുക്കത് ജസ്റ്റ് അതിൻ്റെ മണ്ടയ്ക്ക് ഒരു ടോപ്പിങ്സ് പോലെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി നമുക്ക് വെക്കാം. തൽക്കാലം നമുക്കതൊന്ന് ഒരു ഫ്ലേവറിന് വേണ്ടി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യാം. സോ ഫൈനലി ഗൈസ്, ഇതാണ് ഞാൻ പറഞ്ഞു വന്ന സാധനം. ഇന്ന് ഞാൻ എൻ്റെ ക്രേവിങ്സ് സാമ്പാറായിരുന്നെങ്കിലും പക്ഷെ ഉണ്ടാക്കി വന്നപ്പോൾ എല്ലാം അത്യാവശ്യം വിഭവ സമൃദ്ധമായിപ്പോയി. എൻ്റെ റൂംമേറ്റ് ഓരോന്നുണ്ടാക്കുന്നതിൽ സപ്പോർട്ടീവ് ആയതുകൊണ്ട് നമ്മളെല്ലാം ഉണ്ടാക്കി പോകുമല്ലോ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ചേർന്നതാണ്. ഇത്രയും സാധനങ്ങൾ നമ്മളുണ്ടാക്കി. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, രാവിലെ വെച്ച പായസം അത് ഈ കോലത്തിലായിപ്പോയി. ഇപ്പോൾ പായസം എന്ന് പറയാൻ പറ്റില്ല, ഒരു പാൻ കേക്കിൻ്റെ അവസ്ഥയായിപ്പോയി. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ഗൈസ്, കഴിച്ചപ്പോൾ ഒരു രക്ഷയില്ല, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഞാൻ ഇത്ര എക്സ്പെക്റ്റ് ചെയ്തില്ല. പിന്നെ ഞാനും എൻ്റെ റൂംമേറ്റും കൂടെ കഴിച്ചത്. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടു, അടിപൊളിയായിരുന്നു. ബാക്കി നാഗ്പൂർ വിശേഷങ്ങളൊക്കെ ഞാൻ പിന്നീട് പറയുന്നതായിരിക്കും. സോ ടാറ്റാ, ബൈ.